പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിജയ് നായകനായ തമിഴ് ചിത്രം ജനനായകന്റെ സമയമായോ എന്നുള്ളതാണ് ചോദ്യം. ജനനായകന്റെ റിലീസ് പ്രതിസന്ധി ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് LLP നൽകിയ ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. പ്രദർശനാനുമതിയിൽ തീരുമാനമെടുക്കുന്നതിന് സ്റ്റേ നൽകിയ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്നാണ് നിർമ്മാതാക്കളുടെ ആവശ്യം. പിയാ സുനിലുണ്ട്. പിയാ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. പിയാ സുനിൽ, ജനനായകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. പടത്തിന് എന്തായാലും ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രചരം കിട്ടി ഈ കേസുകൊണ്ട്. പക്ഷേ നിശ്ചയിച്ച സമയത്ത് പടം പുറത്തിറക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പടം 100 കോടി കളക്ട് ചെയ്യും എന്ന മട്ടിലാണ്. അതിനും അപ്പുറത്തേക്ക് പോയേക്കാം എന്നുള്ളതാണ്. ബ്രഹ്മാണ്ഡ ചിത്രം എന്ന നിലയിലേക്കാണ് പ്രചരിപ്പിക്കുന്നത്. സിനിമ കാണാൻ നമ്മളും തയ്യാറെടുത്തിരിക്കുകയാണ്. വിജയ് ആരാധകരെ നിരാശരാക്കുന്നതോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നതോ ആയ ഒരു തീരുമാനം ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നേക്കാം. ഇന്നെന്താണ് സാധ്യതകളുള്ളത്? പിയാ സുനിൽ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും പൊങ്കൽ ആഘോഷങ്ങൾക്കിടയിൽ തമിഴ്നാട്ടിൽ ആവേശം പരത്തുന്നതാകും ജനനായകൻ എന്നാണ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ പൊങ്കൽ ആഘോഷ പരിപാടികൾ തമിഴ്നാട്ടിൽ തുടരുകയാണ്. ഏതായാലും ആ ഒരു പശ്ചാത്തലത്തിൽ വളരെ നിർണായകമായിരിക്കും ഇന്നത്തെ സുപ്രീം കോടതിയുടെ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. വെങ്കട്ട് നാരായണാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സെൻസർ ബോർഡ് അനാവശ്യമായി അസാധാരണമായി ഈ സിനിമയുടെ റിലീസ് തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു. 10 ഭേദഗതികൾ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചതാണ്. ആ ഭേദഗതികൾ നടപ്പാക്കിയിട്ട് പോലും സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നീക്കം സെൻസർ ബോർഡിൽ നിന്ന് ഉണ്ടാകുന്നില്ല. നേരത്തെ മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ 9-ാം തീയതി സിനിമയ്ക്ക് അടിയന്തരമായി സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഡിവിഷൻ ബെഞ്ച് ആ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യുക, സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകുക, എത്രയും പെട്ടെന്ന് ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള സെൻസർ സർട്ടിഫിക്കറ്റിനായി. ഏതായാലും അക്കാര്യത്തിൽ സുപ്രീം കോടതി പെട്ടെന്ന് ഒരു ഇടപെടൽ ഇന്ന് നടത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും അതാണ്. ഏതായാലും സെൻസർ ബോർഡിന് നോട്ടീസ് അയച്ചുകൊണ്ട് കേസ് മറ്റൊരു ദിവസത്തേക്ക് സുപ്രീം കോടതി മാറ്റിവെച്ചാൽ അത് തീർച്ചയായും ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്കും ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കുമൊക്കെ തന്നെ വലിയ തിരിച്ചടിയായിരിക്കും. അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാതെ ഇന്ന് തന്നെ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകണം എന്നായിരിക്കും ഈ കേസിൽ നിർമ്മാതാക്കളുടെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുക. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ 2-അംഗ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് ഡൽഹിയിലെ ഇന്നത്തെ തണുപ്പ്? അരുൺ, ഇന്ന് 3 ഡിഗ്രിയാണ് ഡൽഹിയിലെ താപനില എന്ന് പറയുന്നത്. അപ്പോൾ നല്ല തണുപ്പ് തന്നെയാണ്. അടുത്ത 2-3 ദിവസങ്ങളിൽ കൂടി ഇതേ രീതിയിൽ തണുപ്പ് തുടരും. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദില്ലിയിൽ. ഇന്ന് നല്ല തണുപ്പിനൊപ്പം തന്നെ നല്ല മൂടൽമഞ്ഞുണ്ട്. അതുപോലെ തന്നെ വായു നിലവാര സൂചിക ഇപ്പോൾ 400, എയർ ക്വാളിറ്റി ഇൻഡെക്സ് 400-ന് മുകളിലുമാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്, ഒപ്പം വായു മലിനീകരണവുമുണ്ട്. ഓക്കെ, താങ്ക് യു പിയാ സുനിൽ. അപ്പോൾ നമുക്ക് ഈ പൊങ്കലിന് ജനനായകൻ വരുമോ എന്നുള്ളതാണ് കാത്തിരിക്കുകയാണ് ആരാധകർ. പിയാ സുനിൽ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ നിലപാട് നിർണായകമാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ മറികടക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുമോ എന്നുള്ളതാണ്. എന്തായാലും സെൻസറിംഗ് ഇല്ലാതെ പടം തിയേറ്ററിൽ വരില്ലല്ലോ, അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, സമയം 7:24 ഈ സുനിൽ പറഞ്ഞപ്പോഴാണ് നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്, നല്ല മലിനമായ വായുവുണ്ട്. ഈ മൂന്നാമത്തതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഡൽഹി സൂപ്പറായിരുന്നു. നല്ല തണുപ്പാണ്, മരം കൊച്ചുന്ന തണുപ്പെന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മൾ ഈ ധനു മകരമാസത്തിലൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നല്ല സുഖമുള്ളൊരു തണുപ്പാണ്. യഥാർത്ഥത്തിൽ എത്ര ഭാഗ്യം ചെയ്ത മനുഷ്യരാണ് നമ്മളല്ലേ. വായു ഗുണനിലവാര സൂചിക 50-ന് മുകളിൽ പോകാത്ത നഗരങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. വല്ലപ്പോഴും ഈ കൊച്ചിയിൽ ഈ ഇൻഡസ്ട്രിയൽ ബെൽറ്റിലൊക്കെ കുറച്ച് പ്രശ്നമുണ്ടാകുന്നു എന്നതിനും അപ്പുറത്തേക്ക് നമ്മൾ നല്ല വായു നമുക്ക് കിട്ടുന്നുണ്ട് എന്നതിനേക്കാൾ വലിയ ഭാഗ്യം വേണം. നല്ല തണുപ്പ്, നല്ല മഴ, നല്ല കാലാവസ്ഥയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഒരു ഭാഗ്യം.